വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത്. പലരും പറയാറുണ്ട്, ഇതെന്തോ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചിട്ട് കാശുണ്ടാക്കാനുള്ള വഴിയാണ്. ഞാൻ സംഖ്യയല്ല എന്ന് ചില വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നത് അറിയപ്പെടുന്ന സംഖ്യകൾ എന്നെ ചീത്ത വിളിക്കുന്നത്. ഇന്ന് ഒരാൾ സത്യം പറഞ്ഞാൽ അത് കള്ളമാണ് എന്ന് പറയുന്ന ആളുകൾ പിന്നീട് തിരിച്ചറിയും അതായിരുന്നു സത്യം. അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. കാരണം സത്യം എന്ന് പറയുന്നതിന് വല്ലാത്തൊരു കുഴപ്പമുണ്ട്. നമ്മൾ കേൾക്കുന്നതല്ല യഥാർത്ഥ സത്യം എന്നതാണ്. 50,000 രൂപ കൊടുത്തിട്ട് 5 ലക്ഷം രൂപയുടെ പബ്ലിസിറ്റി കിട്ടുന്നവൻ സോഷ്യൽ മീഡിയയ്ക്ക് ആളെ വെച്ചിട്ട് പബ്ലിസിറ്റി കൊടുത്തവൻ ഇങ്ങനെ നന്മപരമായി ആഘോഷിക്കപ്പെടുന്നു. എനിക്ക് നിന്ന് ഇങ്ങനെ പറയാൻ കഴിയുന്നില്ല. എനിക്കിങ്ങനെ ആര് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ നിരന്തരമായി ചീത്ത വിളിക്കാൻ കഴിയുന്നെങ്കിൽ ഞാൻ ഭാരതീയനായിരുന്നു. ഭാരതത്തിന്റെ ഭരണഘടന എനിക്ക് സംരക്ഷണം നൽകുന്നു. അവരെ ജയിലിൽ നിന്ന് ഇറക്കാൻ കഴിഞ്ഞു. അവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ സമൂഹത്തിന് മുമ്പിൽ മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് വാസ്തവത്തിൽ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ സന്തോഷം, എന്റെ നേട്ടം എന്ന് വിശ്വസിക്കുന്നതാണ്. അത് സത്യമല്ലെങ്കിൽ ആ സ്ത്രീ അനുഭവിക്കുന്ന സൂര്യ കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏതാണ്ട് 3 പതിറ്റാണ്ട് മുമ്പ്, അതായത് 30 വർഷം 31 വർഷം മുമ്പ് ശബരിമല ശ്രീ അയ്യപ്പ ഭഗവാന്റെ സന്നിധിയിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ മാത്രം ദൂരെ താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ജേർണലിസം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരി, എന്നേക്കാൾ ജൂനിയറായ ഒരു കൂട്ടുകാരി, എടാ നിനക്ക് പറ്റിയ പണിയാണ് ജേർണലിസം, നീ അത് പോയി പഠിക്കേ എന്ന് പറഞ്ഞുള്ള ഒരു പരിചയം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല. എനിക്കറിയാവുന്ന ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ പത്രം വിതരണം ചെയ്തിരുന്ന രാമകൃഷ്ണൻ ചേട്ടനും ജോയി ചേട്ടനുമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സ്റ്റാച്യൂവിൽ ഇറങ്ങിയിട്ട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ സൈഡിൽ കൂടെ പ്രസ് ക്ലബിലേക്ക് നടക്കുമ്പോൾ ഒരു ചങ്കിടിപ്പ. കാരണം ഇത്രയധികം പോലീസുകാരെയും ഇത്രയധികം പോലീസ് വണ്ടിയും ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു. എന്തോ ഒരു ഭയം. അങ്ങനെ തിരുവനന്തപുരത്ത് 94-95 കാലയളവിൽ ജീവിതം ആരംഭിച്ചു പോകും. എന്റെ ഏറ്റവും വലിയ സന്തോഷം, എന്റെ കുറച്ച് സുഹൃത്തുക്കൾ, പിന്നെ ഇവിടെ വെച്ച് രൂപപ്പെട്ട എൻ മോഹനൻ, ലളിതാംബികാന്തർജനത്തിന്റെ മകൻ എൻ മോഹനൻ, നിലമ്പേരൂർ മധുസൂദനൻ സാർ, അങ്ങനെ ഒരുപാട് പേരെ ഞാൻ പോയി കാണുമായിരുന്നു. ഈ വാസു, നമ്മുടെ അനന്തപുരിയുടെ കഥാകാരൻ ജി വിവേകാനന്ദൻ, അങ്ങനെ വലിയ ഇഷ്ടമുള്ള ഒരു നാടായി മാറി. അന്ന് വൈകുന്നേരങ്ങളിൽ എൻ്റെ ആനന്ദം എന്ന് പറയുന്നത് വല്ലപ്പോഴുമെങ്കിലും സൂര്യ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടുത്തെ പോയി നൃത്തം കാണുന്നതും കുതിരമാളികയിൽ പോയി നൃത്തോത്സവത്തിൽ പങ്കെടുക്കുന്നതും. ഞാൻ ഓർക്കുന്നു, ഇന്നും ആർക്കും മനസ്സിലാക്കാൻ പോലും കഴിയുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആദ്യമായി ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി അവതരിപ്പിക്കുമ്പോൾ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലാണ്. റെക്കമെൻഡ് ചെയ്താണ് അവിടുന്ന് കയറി പറ്റാൻ ശ്രമിച്ചത്. അങ്ങനെ മനസ്സിൽ കൊതിയോടെ നടന്ന ഒരു വലിയ ഫോറത്തിന്റെ ഒരു വേദിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ആശങ്ക എനിക്കുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം വളരെ കുറച്ച് പരിപാടികളിലേക്ക് ഞാൻ പോകാറുള്ളൂ. പക്ഷെ പോകുമ്പോഴൊക്കെ കുറെ അധികം പ്രസംഗകര് കാണും. അവരൊക്കെ എന്താ പ്രസംഗിക്കുന്നേ എന്ന് നോക്കി കേട്ടിരിക്കും. അതിനോട് ഇടപിടിക്കുന്ന ഒരു ചെറിയ പ്രസംഗം പറയുക എന്നതാണ് രീതി. ഇവിടെ ഞാൻ മാത്രം അതെന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഞാനൊരു പ്രസംഗത്തിനോ പ്രഭാഷണത്തിനോ ഒരുങ്ങുന്നില്ല. കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ററാക്ഷനാണ്. കാരണം ഏകപക്ഷീയമായി എല്ലാ ദിവസവും ഞാനിങ്ങനെ 5-6 വീഡിയോകളിലൂടെ സമൂഹത്തിലെ വിഷയങ്ങളെ സമൂഹത്തിലേക്ക് ഞാനിങ്ങനെ അവതരിപ്പിച്ചും ക്ഷോഭിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. പലപ്പോഴും കമന്റുകളുണ്ട്. കമന്റുകളിലേക്ക് കയറാൻ കഴിയാതെ വരും. കാരണം 1000-2000 കമന്റാണ് ഒരു വീഡിയോയ്ക്ക് വരുന്നത്. ഒരു ദിവസം തന്നെ 5000-6000 കമന്റ് ഉണ്ടാവും. പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ സെഷനിൽ കൂടുതലും ആഗ്രഹിക്കുന്നത്, എന്നോട് ഞാൻ ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചു, കൃഷ്ണമൂർത്തി സാറിനോട് ചോദിച്ചു, സാറേ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്?
ഒരു നിബന്ധനയുമില്ല, എന്തിനെ കുറിച്ചും സംസാരിക്കാം. അതെനിക്ക് കുഴപ്പമായി. എന്തിനെ കുറിച്ചെങ്കിലും സംസാരിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാമായിരുന്നു. പക്ഷെ എന്തിനെ കുറിച്ചും സംസാരിക്കുക എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും ആശയക്കുഴപ്പമാണ്. എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്? എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്നവരോട് പറയാം. വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത്. പലരും പറയാറുണ്ട്, ഇതെന്തോ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചിട്ട് കാശുണ്ടാക്കാനുള്ള വഴിയാണ്. അതിനാദ്യമേ ഞാനൊരു മറുപടി പറയാം. അങ്ങനെ കാശുണ്ടാക്കാനായിരുന്നു ഞാൻ ഈ തൊഴിലിൽ ഇറങ്ങിയതെങ്കിൽ എന്റെ നിലപാട് ഇങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. കാരണം ഞാൻ എടുക്കുന്ന നിലപാട് അല്ല ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന നിലപാട്. കാരണം നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം പേർക്കും ഏതെങ്കിലും ഒരു പക്ഷമുണ്ട്. രാഷ്ട്രീയത്തിന്റെ പക്ഷമോ മതത്തിന്റെ പക്ഷമോ ഭൂരിപക്ഷം പേർക്കും. ആ പക്ഷം ചേർന്ന് നിൽക്കുന്നവരാണ് സെലിബ്രിറ്റികളാവുന്നത്. പക്ഷം ചേർന്ന് നിൽക്കുന്നവരാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. പക്ഷം ചേർന്ന് നിൽക്കുന്നവരാണ് എല്ലാ മേഖലയിലും തിളങ്ങുന്നതും ആരാധിക്കപ്പെടുന്നതും കൊണ്ടാടപ്പെടുന്നതും. ആർക്കും സംശയമില്ല. കാരണം പക്ഷം ചേരുമ്പോൾ മാത്രമേ പിന്തുണ ഉണ്ടാവുന്നുള്ളൂ. ഏത് പക്ഷം എന്നത് പലപ്പോഴും നമ്മുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നില്ല. നേരെ മറിച്ച് ഏത് പക്ഷത്തിനാണോ കൂടുതൽ സ്വീകാര്യത എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അത്തരമൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന പക്ഷത്തിൽ നിന്നും വ്യത്യസ്തമായ നിലപാടെടുക്കണം. എന്റെ സുഹൃത്ത് സന്ദീപ് വാര്യർ ഉദാഹരണം, അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പക്ഷം ചേർന്ന് വലിയ ജനപ്രീതി നേടിയ മനുഷ്യനാണ്. ഒരു പക്ഷമുണ്ട് അദ്ദേഹത്തിന്. ആ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയും ജനപ്രീതിയും ഉണ്ടായി. പൊടുന്നനെ ഒരു ദിവസം അദ്ദേഹം പക്ഷം അങ്ങ് മാറി. പക്ഷെ അപ്പോഴും അദ്ദേഹം മറ്റൊരു പക്ഷത്തേക്കാണ് ചേർന്നത്, ആദ്യത്തെ പക്ഷത്ത് നിന്ന്. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പലരും അംഗീകരിച്ചെന്ന് വരില്ല, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പക്ഷം മാറിയപ്പോഴാണ് കൂടുതൽ സ്വീകാര്യതയും കൂടുതൽ സാധ്യതയും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള പക്ഷത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പക്ഷം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ രൂപപ്പെട്ട പക്ഷമായിരുന്നു. ആ പക്ഷത്തുള്ളവരൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ച് വലിച്ച് താഴോട്ടിടാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം പക്ഷം മാറ്റിയപ്പോ എല്ലാവരും ആ പുതിയ പക്ഷത്ത് ചേരുന്നവർക്ക് ആർക്കും അദ്ദേഹത്തെ വലിച്ചിടണമെന്ന് തൽക്കാലം പ്ലാൻ ഇടിച്ചിട്ട് കഴിയുമ്പോൾ പ്ലാൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വീകാര്യത കിട്ടി, ഫോളോവേഴ്സിന്റെ എണ്ണം കൂടി, വീഡിയോയുടെ കാഴ്ചക്കാർ കൂടി. അതിനേക്കാൾ കൂടുതൽ വേദി അദ്ദേഹത്തിന്, ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തോട് സംസാരിച്ചു. പഴയ പോലെ അല്ല, പണ്ടൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ സമയമില്ല. കേരളത്തിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന് നിരന്തരമായി പരിപാടികളായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയൊരു ആഗ്രഹത്താലായിരുന്നു ഞാൻ ഈ നിലപാടെടുത്തിരുന്നതെങ്കിൽ ഞാനൊരു പക്ഷം ചേരുമായിരുന്നു. പക്ഷം ചേരുമ്പോൾ മറ്റൊരു ഗുണമുണ്ട്, നമുക്ക് സൈബർ അണികൾ ഉണ്ടാവും. എവിടെ ചെന്നാലും നമ്മുടെ സംരക്ഷകരുണ്ടാവും. ആ സംരക്ഷകരും നമ്മുടെ സൈബർ അണികളും നടത്തുന്ന പ്രചരണവും അവരുടെ പിന്തുണയും നമ്മൾ എന്ത് വിവരക്കേട് പറഞ്ഞാലും നമ്മളെ ന്യായീകരിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമവുമാണ് നമ്മുടെ ബലവും നമ്മുടെ ശക്തിയും, പലരും പറയുന്നത് പോലെ നമ്മുടെ സാമ്പത്തിക സോഴ്സും. ഇതുകൊണ്ട് പറയട്ടെ, പക്ഷമില്ലാത്തത് കൊണ്ട് സകലരുടെയും ശത്രുവാണ്. എല്ലാവർക്കും അറിയാം, എന്നെ പലരും സംഘി എന്ന് വിളിച്ചാണ് ആക്ഷേപിക്കുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ എന്നെ കൂടുതലായി ചീത്ത വിളിക്കുന്നത് സംഘപരിവാർ പക്ഷത്ത് നിൽക്കുന്നവർ. സംഘപരിവാർ പക്ഷം ഞാൻ പറയുന്നില്ല, BJP പക്ഷത്ത് നിൽക്കുന്നവരാണ്. പക്ഷെ എനിക്ക് അവരോട് ഒരു പരാതിയുമില്ല. ഞാൻ സന്തുഷ്ടനാവുന്നത് അവരെന്നെ ചീത്ത വിളിക്കുമ്പോൾ. അല്ലെങ്കിൽ എനിക്ക് പോലും ചിലപ്പോൾ സംശയം തോന്നിപ്പോ ഇനിയിപ്പോ ഞാൻ സംഖ്യയാണോ, ഞാൻ സംഖ്യയല്ല എന്ന് ചില വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നത് അറിയപ്പെടുന്ന സംഖ്യകൾ എന്നെ ചീത്ത വിളിക്കുമ്പോഴാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ എടുത്തിരിക്കുന്ന നിലപാട് സത്യത്തിൻ്റെതാണ് എന്ന് ഞാൻ പറയും. അവിടെയും ഒരു പ്രശ്നമുണ്ട്. കാരണം സത്യം എന്ന് പറയുന്നത് തികച്ചും ആപേക്ഷികമായ ഒരു കാര്യമാണ്. നമ്മുടെ വീക്ഷണത്തിൽ നിൽക്കുന്നതാണ് സത്യം. സത്യം ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ സത്യത്തെ വിലയിരുത്തുന്നതും പരിശോധിക്കുന്നതും നമ്മുടെ ചിന്തയിലൂടെയാണ്. അപ്പൊ ഞാൻ പറയുന്നു, ഈ ഞാൻ എടുക്കുന്ന നിലപാട് എന്റെ ഉത്തമ ബോധ്യത്തിലും എന്റെ സത്യസന്ധത എന്ന് ഞാൻ വിശ്വസിക്കുന്ന ബോധ്യത്തിലുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചോദ്യവും ചോദിക്കാം. കാരണം ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ എന്റെ ബോധ്യത്തിൽ നിന്നാകുമ്പോ എനിക്കൊരു ചോദ്യത്തെയും ഭയപ്പെടേണ്ടതില്ല. എന്റെ ബോധ്യം എനിക്ക് ശരിയായിരിക്കുന്നിടത്തോളം, അത് സത്യമായിരിക്കുന്നിടത്തോളം എന്നോട് ചോദിക്കുന്നവർക്ക് ഉത്തരം പറയാൻ എനിക്ക് കഴിയും.
എന്നതാണ് എന്റെ ധൈര്യം. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് സംസാരിക്കണം എന്നതിനെ കുറിച്ച് ആശങ്കപ്പെടാതെ. വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു പണിയാണ് സത്യത്തിനൊപ്പം നിൽക്കുക എന്നത്. പക്ഷേ അതിലൊരു സുഖമുണ്ട്. സുഖം എന്താണെന്നറിയാമോ? ഇന്ന് ഒരാൾ സത്യം പറഞ്ഞാൽ അത് കള്ളമാണ് എന്ന് പറയുന്ന ആളുകൾ പിന്നീട് തിരിച്ചറിയും അതായിരുന്നു സത്യമെന്ന്. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞതിനോട് ക്ഷമിക്കണം, മറ്റൊരു വാക്കുമില്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും പല ബോധ്യങ്ങളിൽ നിന്ന് പറഞ്ഞ സത്യങ്ങൾ പിന്നീട് പൊതുസമൂഹത്തിന്റെ സത്യമായി മാറുമ്പോൾ ആ സത്യത്തിന്റെ അവകാശികൾ പലരും വേറെ ഉണ്ടാകുമെങ്കിലും എന്നെ ശ്രമിക്കുന്നവർ, എന്നെ ഫോളോ ചെയ്യുന്നവർ മനസ്സിലാക്കുന്നു അത് ഷാജൻ ആദ്യം പറഞ്ഞ സത്യമാണെന്ന്. അത് മതി. അവരുടെ ശബ്ദം കുറവായിരിക്കും. കഴിഞ്ഞ ദിവസം 24 ന്യൂസിന്റെ ഒരു ചാനൽ ചർച്ചയിൽ BJP നേതാവ് ഗോപാലകൃഷ്ണനുമായി ഹാഷ്മി സംവാദം നടത്തുന്നത് ഞാൻ കേട്ടു. ഞാൻ യാദൃശ്യമായി കേട്ടത്. അതില് 24ന്റെ ഒരു പ്രതിരോധത്തിലാക്കാമെന്ന് കരുതിക്കൊണ്ട് ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ കോലം മുനമ്പത്തുള്ളവർ കത്തിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഹാഷ്മി പൊട്ടിത്തെറിച്ചു. നുണ പറയരുത്, കള്ളം പറയരുത്, ഞങ്ങളാണ് ആദ്യമായി ഞങ്ങളാണ് മുനമ്പത്ത് പോയത്, മുനമ്പത്തെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ആദ്യത്തെ മാധ്യമ പ്രവർത്തകൻ ഞാനാണ് എന്നൊക്കെ ഹാഷ്മി ശക്തമായി പറയും. ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് നാളെ ഈ 24നെ ഫോളോ ചെയ്യുന്ന, ഹാഷ്മിയെ ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും കരുതും വാസ്തവത്തിൽ മുനമ്പത്തെ പ്രശ്നം ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ മാധ്യമം 24 ആണ്. വാസ്തവത്തിൽ പച്ചക്കള്ളമാണ്. ഏറ്റവും അവസാനം മുനമ്പത്തെ വിഷയത്തിൽ ഇടപെട്ട മാധ്യമം 24 ആയതുകൊണ്ടാണ് മുനമ്പത്തുകാർ 24ന്റെ റിപ്പോർട്ടർ ചാനലിന്റെയും കോലം കത്തിക്കാൻ വേണ്ടി കോലം ഒരുക്കി വെച്ചു. പക്ഷെ റിപ്പോർട്ടർ ചാനൽ വിവരം പറഞ്ഞ് ഓടി വന്നു. 24ന്റെ മാത്രമാണ് മുനമ്പത്ത് കടൽ തീരത്തിട്ട് കത്തിച്ചത്. ഹാഷ്മി പോയിട്ടുണ്ടാവാം, പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം. 1.5 വർഷം മുൻപ് മുനമ്പത്തെ ജനങ്ങൾ ഇങ്ങനെയൊരു പ്രതിസന്ധിയിലൂടെ പോകുന്നു എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾ ലേഖകനെ വിട്ടിട്ട് പരിശോധിച്ചിട്ട് 1.5 വർഷം മുമ്പ് ഈ വിഷയം അവതരിപ്പിച്ചതാണ്. ഇതിപ്പോ വഖഫ് ഭേദഗതി നിയമം വന്നു, ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ ചർച്ചയായി, എല്ലാവരും ഏറ്റെടുത്തു. അതിന്റെ അവകാശവാദികൾ ഏറ്റവും ഒടുവിൽ വന്ന 24 വരെയുണ്ട്. അപ്പൊ പിന്നെ ആദ്യം തന്നെ കൈകാര്യം ചെയ്ത് ജനജീവിയെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഇതിലൊന്നും എനിക്കൊരു നിരാശയുമില്ല. ഞാൻ ചാടി എണീറ്റിട്ട് അയ്യോ തെറ്റാണേ ഞങ്ങളാണ് എന്ന് വിളിച്ച് പറയത്തില്ല. കാരണം ഞങ്ങൾ എടുക്കുന്ന നിലപാട് ലോകം പറയേണ്ട സത്യത്തിന്റെ നിലപാടാണ്. ആ നിലപാട് ഞങ്ങളാണ് ആദ്യം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ഏത് മാധ്യമ സ്ഥാപനം വന്നാലും ഞാൻ കൈയടിക്കും, അഭിനന്ദിക്കും. കാരണം മുമ്പേ ഞാൻ പറഞ്ഞ സത്യം ലോകത്തിന്റെ സത്യമായി മാറുന്നു. അതാണ് എന്റെ ഉത്തരവാദിത്വം, അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഞങ്ങൾ സത്യം പറഞ്ഞപ്പോ നുണയാണെന്ന് പലരും പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് തിരുവനന്തപുരംകാരൻ ബാലഭാസ്കറിന്റെ മരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം ഞങ്ങൾ ഒരു വാർത്ത ചെയ്തു. ദുരൂഹമാണ് മരണത്തിൽ. അന്ന് ബാലഭാസ്കറുടെ സുഹൃത്തുക്കളൊക്കെ ഒരു മെന്റലിസ്റ്റ് ആദി എന്ന് പേരുന്ന ഒരാൾ, എനിക്കറിയില്ല അങ്ങനെ ഒരാൾ മെന്റലിസ്റ്റ് ആദി എന്താണ് അദ്ദേഹം മെന്റലിസ്റ്റ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ട് സ്വയം സമ്മതിക്കുന്നത് എനിക്കറിയില്ല. മെന്റലിസ്റ്റ് ആദി എന്ന് പറയുന്ന ഒരാൾ എഴുതി. ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോയിൽ ഞങ്ങളുടെ ബാലുവിനെ കുറിച്ച് അയാൾ നുണ പറയുന്നു. അത് തിരുത്തിയാൽ അയാൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ അയാൾ എവിടെയുണ്ടെങ്കിലും കണ്ടെത്തി അത് ഞാൻ തിരുത്തിക്കും യുദ്ധം ആരംഭിക്കുന്നത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു നമുക്കൊക്കെ അറിയാം. ബാലഭാസ്കറിന്റെ കുടുംബം രംഗത്ത് വന്ന് നമുക്കറിയാം. ഇങ്ങനെ എണ്ണി പറയാൻ ഈ സമൂഹം ഏറ്റെടുത്ത ഒരുപാട് വിപ്ലവങ്ങളുടെ തുടക്കം ഞങ്ങളുടേതായിരുന്നു. ഞാൻ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ മാർക്കറ്റിങ്ങിന് വരുന്നതല്ല, അങ്ങനെ ആരും ധരിക്കരുത്. സത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഒരു ആനന്ദം, അതാണ് വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ ഈ പണി ചെയ്യാൻ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്. അതുപോലെ എത്രയോ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. കടക്കാവൂർ എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് അധികം അകലമല്ലാത്തൊരിടത്ത് ഒരു വാർത്ത പുറത്തു വരികയാണ്. ഒരമ്മ തന്റെ 11 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വാർത്ത എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചു. കാരണം പാശ്ചാത്യ രാജ്യത്തൊക്കെ ഇത് നടക്കും, നമ്മുടെ നാട്ടിലില്ല എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഒരു സ്ത്രീ, ഒരു അമ്മ 11 വയസ്സുള്ള തന്റെ മകനെ പീഡിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോ മാധ്യമങ്ങൾ ആഘോഷിച്ചു.
സോറി, അത് സത്യമല്ലെങ്കിൽ ആ സ്ത്രീ അനുഭവിക്കുന്ന അതുപോലെ എന്തായാലും അതിൽ ഞങ്ങൾ ഇടപെടുന്നു, ആ വിഷയത്തിന് പരിഹാരമുണ്ടാവുന്നു. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ആ ഭാര്യയുടെ പുറത്ത് കെട്ടിവെച്ച കള്ളക്കഥയാണെന്ന് പിന്നീട് തെളിയുന്നു. ആ സ്ത്രീയെ ജയിലിൽ സോറി അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അത്തരം ഒരുപാട് അനുഭവങ്ങൾ ആ സ്ത്രീ പിന്നീട് ആ സ്ത്രീയും അവരുടെ ഉമ്മയും ഉപ്പായും അവരുടെ മക്കളും ആ മകനും ഒക്കെ എന്നെ കാണാൻ വന്നു പിന്നീട്. അപ്പൊ അവരെ ജയിലിൽ നിന്ന് ഇറക്കാൻ കഴിഞ്ഞു, അവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ സമൂഹത്തിന് മുമ്പിൽ മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് വാസ്തവത്തിൽ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ സന്തോഷം, എന്റെ നേട്ടം എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അതിന് വിശദാംശങ്ങൾ കിടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതിനൊരുപാട് വില കൊടുക്കേണ്ടി വരും, ഒരുപാട് വില കൊടുക്കേണ്ടി വരും. കാരണം സത്യം എന്ന് പറയുന്നതിന് വല്ലാത്തൊരു കുഴപ്പമുണ്ട്. നമ്മൾ കേൾക്കുന്നതല്ല യഥാർത്ഥ സത്യം എന്നതാണ്. നമ്മുടെ മുമ്പിൽ നന്മമരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. 50,000 രൂപ കൊടുത്തിട്ട് 5 ലക്ഷം രൂപയുടെ പബ്ലിസിറ്റി കിട്ടുന്നവൻ സോഷ്യൽ മീഡിയയ്ക്ക് ആളെ വെച്ചിട്ട് പബ്ലിസിറ്റി കൊടുത്തവൻ ഇങ്ങനെ നന്മമരമായി ആഘോഷിക്കപ്പെടുന്നു. സാമ്പത്തിക സുസ്ഥിരതയുണ്ടെങ്കിൽ അവർ പരസ്യം ചെയ്യും, മാധ്യമങ്ങൾ അതിൽ അനങ്ങില്ല, അവരെല്ലാം സ്പോൺസർ ചെയ്യും, ആരും ഒന്നും പറയില്ല. പിന്നെ അവരുടെ മതത്തിന്റെ പേരിൽ, അവരുടെ ജാതിയുടെ പേരിൽ, അവരുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരാധകർ ഉണ്ടാവും. അവരെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ആരാധകർ നമുക്ക് തരാത്ത പട്ടമൊന്നുമില്ല, നമുക്ക് തരാത്ത കിരീടമൊന്നുമില്ല. ഇത് സത്യമാണ് എന്ന് നമുക്കറിയാം. അവരുടെ ഇടനിലക്കാർ വന്നിട്ട് ഒന്ന് വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്പം വിട്ടുവീഴ്ച ചെയ്താൽ ഉണ്ടാവുന്ന ലാഭം ചില്ലറയല്ല. മറുനാടന്റെ ഓഫീസിൽ 50 ലക്ഷം രൂപയുമായി ഒരു കാര്യവുമില്ലാതെ വന്ന ഒരു വ്യവസായ പ്രമുഖനുണ്ട്. ഒരു കാര്യവുമില്ലാതെ, അദ്ദേഹത്തിനെതിരെ വാർത്ത വന്നിട്ടൊന്നുമല്ല, അദ്ദേഹത്തിന് ഒരു സന്തോഷം വന്നു ചില വാർത്തകൾ കണ്ടപ്പോ. അപ്പൊ അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു അദ്ദേഹത്തെ പോയി പരിചയപ്പെടുത്തി കാശ് കൊണ്ട് കൊടുക്കുക. ഞാൻ അദ്ദേഹത്തെ പ്രായം കാരണം ഞാൻ സ്നേഹപൂർവ്വം ഇറക്കി വിടുക ചെയ്തത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് പണം? നമുക്ക് ജീവിക്കാനുള്ള പണം. ഞാൻ ഈ തൊഴിലിൽ ഇറങ്ങുന്നത് 2007. ഈ പണി ഞാൻ ആരംഭിക്കുന്നത് UK ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്കറിയാവുന്ന ഒരു തൊഴിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ പത്രങ്ങളിൽ വർക്ക് ചെയ്തതാണ്. എനിക്കറിയാവുന്ന ഒരു തൊഴിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനൊരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങി, ബ്രിട്ടീഷ് മലയാളി എന്നത്. അതിന്റെ ഒരു എക്സ്റ്റൻഷനായി പിറ്റേ വർഷം തുടങ്ങിയതാണ് മറുനാടൻ മലയാളി. ഞാൻ അവിടെ പോയി 6-7 വർഷം ഒരു ദിവസം 12 മണിക്കൂർ വീതം, മാസത്തിൽ ഒരു ദിവസം മാത്രം ഓഫ് എടുത്ത് കൃത്യമായി പണിയെടുത്ത്. ഇവിടുത്തെ പോലല്ല, നമ്മൾ 8 മണിക്കൂർ കഴിഞ്ഞാൽ ഓവർ ടൈം കിട്ടും. 12 മണിക്കൂർ ജോലി ചെയ്തതിൽ അവസാനത്തെ 4 മണിക്കൂറിന് 1.5 ശമ്പളമാണ്. 10 പൗണ്ടാണ് ഒരു മണിക്കൂറിന് കിട്ടുന്നെങ്കിൽ 15 പൗണ്ട് കിട്ടും 4 മണിക്കൂറിന്. ശനിയാഴ്ച ആണെങ്കിൽ 1.25 ശമ്പളം, ഞായറാഴ്ച ആണെങ്കിൽ 2 ശമ്പളം. അങ്ങനെ ശനിയും ഞായറും നോക്കി ചോദിച്ച് ഏതാണ്ട് 7 വർഷം പണിയെടുത്ത് ആവശ്യത്തിന് ജീവിക്കാനുള്ള സ്വത്തൊക്കെ ഉണ്ടാക്കി എന്റെ കുടുംബത്തിനും ഭാര്യയ്ക്കുമൊന്നും പട്ടിണി ഉണ്ടാവത്തില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഞാൻ അനുഭവിക്കുന്ന ഏക വേദന എന്ന് പറയുന്നത് ചെറിയൊരു വേദന, ബാക്കിയൊന്നും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. സർക്കാർ വേട്ടയാടാൻ തുടങ്ങി. എല്ലാവർക്കും അറിയാം സർക്കാരിന്റെ വേട്ടയുടെ കഥ ഞാൻ പറയേണ്ട കാര്യമില്ല. 6 മാസം കൊണ്ട് 2 ഡസൻ ജാമ്യമില്ല വകുപ്പിൽ കേസാണ് സർക്കാർ എനിക്കെതിരെ എടുത്തത്. ഞാൻ അപ്പോഴും സർക്കാരിനെ കുറ്റം പറയത്തില്ല, കാരണം അവരത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നിത് ചെയ്യും എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. അതിനെ അതിജീവിക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിച്ചു. പിറകോട്ട് പോവാതെ യുദ്ധം തുടരാൻ ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു. അതൊക്കെ സഹിക്കാം. അതിസമ്പന്നരായ ചിലർ പ്രലോഭനം കൊണ്ടും പണം കൊണ്ടും ഒതുക്കാൻ കഴിയില്ല എന്ന് ബോധ്യമാകുമ്പോൾ, നിയമപരമായ നടപടി കൊണ്ടും തീർക്കാൻ കഴിയില്ല എന്ന് ബോധ്യമാകുമ്പോൾ വളഞ്ഞ വഴികൾ സ്വീകരിക്കും. കേരളത്തിലെ ഏത് കോടതിയിൽ പോയി കേസ് കൊടുത്താലും നമുക്ക് കൈകാര്യം ചെയ്യാൻ അഭിഭാഷകരുണ്ട്.
പക്ഷെ നമ്മൾ അറിയാതെ ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലും പാട്നയിലും ഒക്കെ കൊണ്ടുപോയി കേസ് കൊടുക്കുക. ലോകത്തെ ഏറ്റവും പ്രശസ്തനായ വക്കീലിനെ ലണ്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്ന് കേസ് നടത്തുക. അയാൾക്കെതിരെ എഴുതാതിരിക്കുന്നതിന് അതിനു മുമ്പേ ഒരു ഇൻജക്ഷൻ ഓർഡർ മേടിച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്കെതിരെ ഒരു കോടതിയിൽ അപ്പിയറൻസ് ഉണ്ടാകുമ്പോൾ തന്നെ ഇതാ ഷാജൻ സ്കറി അറസ്റ്റിൽ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ കൊണ്ട് ആഘോഷിക്കുക. ഇതിനെയൊക്കെ അതിജീവിക്കാൻ ചില പ്രയാസം മാനസികമായില്ല, സാമ്പത്തികമായില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു കേസ് നടത്തുന്നതിന് വേണ്ടി മാത്രം, കേരളത്തിലെ ഒരു കേസ് നടത്തുന്നതിന് വേണ്ടി മാത്രം കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 1.25 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. കേസിൽ ഞാനാണ് ജയിക്കാൻ പോകുന്നത് എനിക്കറിയാം, കാരണം നീതി എന്റെ പക്ഷത്താണ്. പക്ഷേ നടത്തണ്ടേ? എന്നിട്ടും ആരോടും 1 രൂപയും മേടിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഇതിന്റെ കമ്മിറ്റ്മെന്റിനെ ഭയന്നിട്ടാണ്. മേടിക്കാതെ കൊണ്ടുപോകാൻ ഭഗവാൻ തമ്പുരാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിന് മുമ്പിൽ മുമ്പോട്ട് പോകാൻ ഒരു പ്രശ്നവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രം രേഖപ്പെടുത്തും, അയാളായിരുന്നു ശരി, അയാളായിരുന്നു സത്യം. ആകെ അവശേഷിക്കുന്ന ഒരേ ഒരു വേദന എനിക്കുള്ളൂ. അനാവശ്യമായി ഞാൻ മുസ്ലിം വിരോധിയാണ് എന്ന ചാപ്പ എന്റെ മേൽ ചുമത്തപ്പെടുകയും നല്ലവരായ മുസ്ലിം സഹോദരങ്ങളിൽ ചിലരെങ്കിലും അത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അതിൽ മാത്രം എനിക്ക് വിഷമമുള്ളൂ. എന്തിനാണ് ഞാൻ മുസ്ലിം വിരോധിയാവുന്നത്? എന്തിനാണ് ഞാൻ ക്രിസ്ത്യൻ വിരോധിയാവുന്നത്? എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സത്യമാണ്, ശരിയാണ്, ശാന്തിയാണ്, സമാധാനമാണ്. എല്ലാ മതങ്ങളോടും എല്ലാ വിശ്വാസങ്ങളോടും എനിക്ക് ആദരവുണ്ട്. അപ്പോൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഒരു മതത്തിന്റെ ആചാരങ്ങൾ പോലും എന്റെ ബുദ്ധിയിൽ തെറ്റാണെങ്കിൽ അത് പറയരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ ആ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മതത്തെ തിരുത്തണം. വേറൊരു മതത്തിന്റെ കാര്യത്തിൽ പോയി ഞാൻ ഇടപെടരുത്. വിശ്വസിക്കുന്നവർ തിരുത്തുന്നത് എന്റെ വിശ്വാസമാണ്. ചിലരൊക്കെ പറയും മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം പള്ളികളിൽ പ്രവേശനമില്ല. ഞാൻ അതിന്റെ ശരിതെറ്റുകളിലേക്ക് പോയിട്ടില്ല. അത് തീരുമാനിക്കേണ്ടത് മുസ്ലിം സമുദായമാണ്. അതുകൊണ്ടാണ് ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ യുവതികൾ കയറണം എന്ന് ശാഠ്യം പിടിച്ചപ്പോൾ, നമ്മുടെ നിയമ സംവിധാനങ്ങളും സർക്കാരും ശാഠ്യം പിടിച്ചപ്പോൾ പാടില്ല എന്ന് ശക്തമായ നിലപാടെടുത്തു. ഇവിടുത്തെ സംഘപരിവാർ മാധ്യമങ്ങൾ പോലും സുപ്രീം കോടതി വിധി വന്നപ്പോൾ എന്തോ വിപ്ലവം എന്ന തരത്തിലാണ് റിപ്പോർട്ട്. ജന്മഭൂമി എടുത്തു നോക്കൂ. പക്ഷെ ഈ കേസ് നടക്കുമ്പോഴേ അത് ശരിയല്ല എന്ന നിലപാടെടുത്ത ആളാണ്. വിധി വരുമ്പോൾ ഞാൻ രാജസ്ഥാനിൽ, അന്ന് അവിടെ വെച്ച ഹോട്ടൽ മുറിയിൽ വെച്ച് ഞാൻ ഈ വിധിയെ കോടതി അപമാനിക്കാതെ തന്നെ കോടതികൾ വിശ്വാസത്തിലേക്ക് കൈകടത്തരുത് എന്ന് ഞാൻ വാർത്ത എഴുതിയിരുന്നു. അതുകൊണ്ടാണ് പന്തളം കൊട്ടാരം അവിടുത്തെ വിശ്വാസികളുടെ യോഗം വിളിച്ചപ്പോൾ അവർ ഞങ്ങളെ മാത്രമാണ് ബന്ധപ്പെട്ടത്. കാരണം അവർക്ക് വിശ്വാസം ഞങ്ങളെ മാത്രമായി. പിന്നീട് അത് എങ്ങനെ മാറി എന്ന് നമുക്കൊക്കെ അറിയാം. അതെന്തുകൊണ്ടാണ്? ശബരിമലയിൽ യുവതികൾ കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ശബരിമല ശ്രീ ഭഗവാനെ, അയ്യപ്പ ഭഗവാനെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ്, ആ സമുദായമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഭഗവാന്റെ സന്നിധിയിൽ നിന്നും 30 കിലോമീറ്റർ മാത്രം മാറി താമസിക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് അവിടെ മതമില്ല, ഞങ്ങൾക്ക് അവിടെ ജാതിയില്ല. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ അയ്യപ്പനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഭക്ത സ്ത്രീയും ശബരിമലയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ശഠിക്കുന്നത്. അതുകൊണ്ടാണ് നിലപാട്. അതാണ് സത്യത്തിന്റെ നിലപാട്, അതാണ് ശരിയുടെ നിലപാട്. വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഭരണഘടന, സമത്വം. എന്തു ഭരണഘടന, എന്തു സമത്വം എന്ന് ചോദിക്കും. ഭരണഘടന ആദരിക്കുന്നു. പക്ഷേ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് അപ്പുറത്തേക്ക് ഏറ്റവും വലിയ ഭരണഘടന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഭാരതത്തിന്റെ മൗലികാവകാശങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഭരണഘടനയെ ആര് വ്യാഖ്യാനിച്ചാലും അത് ഭരണഘടനയല്ല, നേരെ മറിച്ച് അവർ ദുർവ്യാഖ്യാനം. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, സത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയാണ്? പല ആളുകളും പറയുന്നു എനിക്കൊരു മുസ്ലിം വിരോധം. ഒരാളോടും മുസ്ലിം സമുദായത്തിലെ പല ആചാരങ്ങളെ കുറിച്ചും ഖുർആനിലെ പല പഠനങ്ങളെ കുറിച്ചും പല വ്യാഖ്യാനങ്ങളും പലരും നടത്തും. ഞാൻ അവരോടൊക്കെ പറയും, നിങ്ങൾ വർഗീയവാദിയാണ്. ഞാൻ വളരെ കൃത്യമായി പറയും, ഇവരാരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത് വിശ്വസിക്കാനും അത് പിന്തുടരാനും ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവകാശമുണ്ട്. നമ്മളെന്തിനാ ബേജാറാവുന്നത്? അത് ഇസ്ലാം എന്ന മതത്തെ കുറിച്ച്, ഇസ്ലാം എന്ന മതത്തെ വിമർശിക്കുന്ന
ഇസ്ലാം മതവിശ്വാസിയെ വിമർശിക്കാം. ആർക്കാണെന്നറിയാമോ? നിരീശ്വരവാദികൾക്ക്. അവർക്ക് എല്ലാ മതത്തെ വിമർശിക്കാം. യുക്തിവാദികൾക്ക്, എസൻസിന്റെ അംഗങ്ങൾക്ക്. അല്ലാതെ ഒരു മതവിശ്വാസിയും മറ്റൊരു മതത്തെ വിമർശിക്കരുത്. വിമർശിക്കുന്നെങ്കിൽ സ്വന്തം മതത്തെ തിരുത്താൻ വേണ്ടി വിമർശിക്കരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ പിന്നെ എങ്ങനെ ഈ പേര് കിട്ടി? ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നു. എന്താണ് പൊളിറ്റിക്കൽ ഇസ്ലാം? ചിലർ പറയും റിലീജിയസ് ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒന്നാണ്. അല്ല, അത് രണ്ടാണ്. റിലീജിയസ് ഇസ്ലാം എന്ന് പറയുന്നത് ഖുറാനിൽ അധിഷ്ഠിതമായ ദൈവരാജ്യത്തെ സ്വപ്നം കാണുന്ന ജീവിതമാണ്. മരണാനന്തരം നമ്മൾ എത്തപ്പെടാൻ പോകുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ഭൗതിക ജീവിതത്തെ കുറിച്ചുള്ള പാഠപുസ്തകമാണ് ഇസ്ലാം, റിലീജിയസ് ഇസ്ലാം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സിവിൽ ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിനോട് യോജിക്കാൻ പ്രയാസമാണ്. കാരണം ഇസ്ലാമിക വിശ്വാസങ്ങളുടെ പ്രമാണമായിരിക്കുന്ന ഖുറാൻ 6-ാം നൂറ്റാണ്ടിൽ രൂപം കൊടുത്തതാണ്. അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ അത് ശരിയായിരുന്നിരിക്കാം. എന്നാൽ ഈ 1600 വർഷം, അല്ല 1300 വർഷം കൊണ്ട്, 700 വർഷം കൊണ്ട് ഒരുപാട് ലോകം മാറി. ഇപ്പൊ നമ്മുടെ മക്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നെന്ന്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ചത് ഭാരതത്തിലല്ല. ലോകത്തെ ഏറ്റവും മികച്ച രാജ്യമേത്? ഞാൻ എവിടെ പോയാലും ഞാൻ ഈ ഭാരതത്തിൽ വന്നപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം, സ്വാതന്ത്ര്യം, ആഹ്ലാദം ഒരിക്കലും ഒരിടത്തും കിട്ടാറില്ല. സിവിൽ നിയമങ്ങൾ കുറച്ചുകൂടി കർക്കശമാണ് ബ്രിട്ടനിലൊക്കെ. സിവിൽ റൈറ്റുകൾ, അഴിമതിയില്ല. പക്ഷെ ഞാൻ പറയും, ഞാൻ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും എന്റെ നാട്ടിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു പേഴ്സണൽ ലിബർട്ടി ഉണ്ട്. എന്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ കഴിയുന്നെങ്കിൽ, എനിക്ക് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ നിരന്തരമായി ചീത്ത വിളിക്കാൻ കഴിയുന്നെങ്കിൽ ഞാൻ ഭാരതീയനായതുകൊണ്ട്, ഭാരതത്തിന്റെ ഭരണഘടന എനിക്ക് സംരക്ഷണം നൽകുന്നത്, അതല്ലേ എന്റെ ധൈര്യം, അതല്ലേ എന്റെ ശക്തി. ഞാൻ അറേബ്യൻ രാജ്യങ്ങളോട് യാത്ര ചെയ്യത്തില്ല. അറേബ്യൻ രാജ്യങ്ങൾ മോശമായതുകൊണ്ടല്ല. ഈ പറയുന്ന ഞാൻ മോശക്കാരനാണ് എന്ന് പറയുന്ന ആരെങ്കിലും വല്ല കുത്തിത്തിരിപ്പ് കാട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ലാൻഡ് ചെയ്യുമ്പോൾ പിടിച്ച് പോക്കറ്റിലേക്ക് മയക്കുമരുന്ന് വെച്ചിട്ട് ഇവൻ മയക്കുമരുന്ന് കേസ് പിടിയിലായെന്ന് പറഞ്ഞ നമ്മുടെ 24 ന്യൂസും റിപ്പോർട്ടറും മീഡിയാവോടും ഒക്കെ ഒരാഴ്ച ആഘോഷിക്കും. ഷാജൻസ്കറിയ മയക്കുമരുന്നുമായി ദുബായിൽ പിടി, ജീവിതകാലത്ത് വെളിയിൽ വരാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഞാൻ റിസ്ക് എടുക്കുന്നത്? അപ്പൊ ഞാൻ പറയുന്നത് ഭാരതത്തിന്റെ ഈ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നതും ചെയ്യാൻ കഴിയുന്നതും. ഈ ഭരണഘടനയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് സത്യത്തിന്റെ കാവലക്കാരനായി മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. പലരും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാം. ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിയാക്കിയില്ല. അപ്പൊ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ നിലപാട്, ഈ സിവിൽ നിയമങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ഇല്ല. യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സങ്കല്പം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ സിറിയയിൽ കലാപം നടത്തിക്കൊണ്ട് ആസാദിനെ പുറത്താക്കി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യമില്ല. അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഭരണഘടന അപ്പൊ ചോദിക്കും ചിലരെങ്കിലും, അപ്പൊ ഹിന്ദു രാഷ്ട്രം എന്നല്ലേ RSSന്റെ സങ്കല്പം? അതും പൊളിറ്റിക്കൽ ഹിന്ദുയിസം അല്ലേ? അതിനോട് എങ്ങനെയാണ് യോജിക്കുന്നത്? ചില വിയോജിപ്പുകളുണ്ട്. പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള വിയോജിപ്പില്ല. കാരണം RSS ഉയർത്തുന്ന, ഞാൻ RSSന്റെ വക്താവാണെന്ന് തെറ്റിദ്ധരിക്കരുത്, RSS ഉയർത്തുന്ന, സംഘപരിവാർ ഉയർത്തുന്ന ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇസ്ലാമിക രാഷ്ട്രം പോലെ ഒന്നല്ല. പൗരസ്വാതന്ത്ര്യത്തെയും സിവിൽ റൈറ്റിനെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു സ്വതന്ത്ര ജീവിത രീതിയാണ്. ചില പരിമിതികളുണ്ട്, കുഴപ്പങ്ങളുണ്ട്. മൊത്തം ഞാൻ ന്യായീകരിക്കുന്നില്ല. അത് സിവിൽ റൈറ്റ്സിനെ മറികടക്കുന്നതല്ല, പാരമ്പര്യത്തെ ഊന്നിയുള്ളതാണ്. അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിനും സിവിൽ റൈറ്റ്സിന്റെ ഉസ്താദുക്കളാണ്. അവരാണ് അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പും ഒക്കെയാണ് മൗലികാവകാശങ്ങളുടെ കണ്ടുപിടുത്തക്കാർ. അവർക്ക് ക്രിസ്ത്യൻ മൂല്യത്തിൽ അധിഷ്ഠിതമായ ഭരണ സംവിധാനം, ജനാധിപത്യ ഭരണ സംവിധാനം നടത്താമെങ്കിൽ, അറബ് രാജ്യങ്ങൾക്ക് ഇസ്ലാമിക മൂല്യാധിഷ്ഠിതമായ ഭരണ സംവിധാനം നടത്താമെങ്കിൽ, ഹൈന്ദവ സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ ഭാരതത്തിന്
ഹൈന്ദവ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ മൂല്യബോധത്തോടെ ഭരണം നടത്തിക്കൂടെ? ഞാൻ ഈ ആൾക്കൂട്ട കൊലപാതകത്തെയോ പശുവിന്റെ പേരിലുള്ള കൊലയൊന്നും ന്യായീകരിക്കുകയല്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് രണ്ടും രണ്ടാണ്. അത് RSSനോട് യോജിക്കുന്നത് കൊണ്ടല്ല, സംഘപരിവാറിന്റെ വക്താവായത് കൊണ്ടല്ല. ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് പോയാൽ എന്താണ് കുഴപ്പം? നമ്മുടെ പാരമ്പര്യം അടിച്ചേൽപ്പിക്കരുത്. എല്ലാവരും രാവിലെ എണീറ്റ് ഗീത വായിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കും. എന്നാൽ ഗീത മഹാകുഴപ്പമാണ്, അത് മനുസ്മൃതിയുടെ തുടർച്ചയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ഖുർആൻ വായിക്കാൻ ആര് നിരോധനം ഏർപ്പെടുത്തിയാലും അതിനെ എതിർക്കും. അതുപോലെ തന്നെ എല്ലാവരും ഖുർആൻ വായിക്കണമെന്നതും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ എന്റെ ആ സങ്കടത്തിലേക്ക് ഞാൻ പൂർത്തിയാക്കാം. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എലമെന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ പല പരീക്ഷണങ്ങളും നടത്താറുണ്ട്. മലപ്പുറത്ത് ചില കടകളിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി ഞാൻ നാരങ്ങാവെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു നോക്കിയിട്ടുണ്ട്. ആളുകൾ എങ്ങനെ പ്രതികരിക്കും അറിയാൻ. എന്നോട് സ്നേഹവും വാത്സല്യമേ ആളുകൾ കാണിച്ചിട്ടുള്ളൂ. ഞാൻ മലപ്പുറത്ത് കൂടി വരുന്ന വഴി ഓട്ടോറിക്ഷക്കാരുടെ ഇറങ്ങിയിട്ട് വഴി ചോദിച്ചപ്പോ ഓട്ടോറിക്ഷക്കാരെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഓട്ടോറിക്ഷക്കാരന്റെ സെൽഫി എടുക്കാൻ എന്നോട് നിന്നിട്ടുള്ളത്. എനിക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നവർ ഇസ്ലാമിക വിശ്വാസമല്ല, ആ ലേബലിൽ അഴിഞ്ഞാടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ സിദ്ധാന്തത്തിൽ ഏറ്റുപിടിക്കുന്നത് അവരാണ് ചീത്ത വിളിക്കുന്നത്. അവർ റിയൽ അല്ല, അവർ ഫേക്ക് ആണ് ഭൂരിപക്ഷം. പക്ഷേ അവരുടെ നിരന്തരമായ ഈ പ്രചരണം ചിലരുടെയെങ്കിലും മനസ്സിൽ ആശങ്കയുണ്ടാക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ചൂരൽമലയിൽ പോയി. നമുക്കറിയാം, ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തബാധിതരിൽ ഭൂരിപക്ഷവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. കാരണം അവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടെയുള്ള 28 പേരെ സഹായിക്കാൻ തീരുമാനിച്ചു. ആദ്യം ഈ ആരവം വല്ലാതെ വൈകാരികമായി നമ്മളൊക്കെ കൈകാര്യം ചെയ്ത കാലമുണ്ട്. ആ വൈകാരികതയിൽ ഞാൻ അകലം പാലിച്ചു. അങ്ങനെ എല്ലാവരും കയ്യിലിരിക്കുന്ന പണമൊക്കെ എടുത്തു കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ ചില കരിസ്മാറ്റിക് പ്രഭാഷകരെ അങ്ങ് പ്രസംഗം കൂടി ചൂടാക്കിയിട്ട് അപ്പൊ തന്നെ ഈ പിരിവിന് ആളെ വിടും. ചില പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെ ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഈ മാനസികാവസ്ഥയിൽ ഇപ്പൊ സ്വർഗത്തിൽ പോകും കാശ് കൊടുത്താലെന്ന് കരുതിയിരിക്കുന്ന അവസ്ഥയിൽ കംപ്ലീറ്റ് പിടിച്ചു പിടിച്ചെടുക്കുന്ന അവസ്ഥ. ഈ ഒരു മാനസികാവസ്ഥ മനുഷ്യൻ എപ്പോഴും ഉണ്ടാവും. അത് ഈ ചുരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോഴും ഉണ്ടായി. ഈ സമയത്ത് മാധ്യമങ്ങള് എല്ലാവരും അതിന്റെ ഒരു വികാരം കൊണ്ടുപോകുന്നു. ഒരുപാട് പേര് ഭക്ഷണമായിട്ട് വരുന്നു, ഒരുപാട് പേര് വീട് നൽകാൻ വരുന്നു. അങ്ങനെ പാലിച്ചു. കാരണം ആ വൈകാരിക ചൂഷണം നടത്തേണ്ടത് ഇപ്പോഴല്ല. ഞങ്ങൾ അങ്ങനെ വൈകാരിക ചൂഷണം നടത്താറുണ്ട്, അതും സമ്മതിക്കാം. ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന ഞാൻ പണ്ട് തുടങ്ങിയ പോർട്ടലുണ്ട് UK യിലുള്ളത്. ആ പോർട്ടല് ഞാൻ പോന്നു, മറ്റാളുകൾ നടത്തുന്നത്. അത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന തുടങ്ങിയിരുന്നു. ഏതാണ്ട് 10-12 കോടി രൂപ ഇതിനോടകം ബ്രിട്ടനിലെ മലയാളികൾ ശേഖരിച്ച സംഘടന പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അവിടെ ഒരു മലയാളി മരിച്ചുപോയാൽ മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ ചെലവ് മുഴുവൻ ഏറ്റെടുക്കും. ഒരു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ചെലവുണ്ടാവും. ഞങ്ങളത് മുഴുവൻ ഏറ്റെടുക്കും. കാരണം നമ്മൾ പറയുന്ന ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാരാണ്, നല്ല ജോലിയാണ്, ശമ്പളം, ഇവിടെ വന്ന അടിപൊളി ജീവിതമൊക്കെ ആയിരിക്കും. പക്ഷെ 2 പേർ ജോലി ചെയ്യുമ്പോഴാണ് അവർക്ക് ഇതിനെ ആഘോഷിക്കാൻ കഴിയും. ഒരാൾ മരിച്ചുപോയാൽ വലിയ കടത്തിലാവും. പെട്ടെന്ന് അവർക്ക് ഈ മൃതദേഹം നാട്ടിൽ കൊണ്ടുവരിക, മക്കളും മറ്റേ ആളും ഒരുമിച്ച് കൊണ്ടുവരിക, ഇതെല്ലാം കൂടി 10 ലക്ഷം രൂപ ചെലവ് സാധ്യമല്ല. ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ആ പണം ശേഖരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് മലയാളി, ഞാനല്ല, ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഫണ്ട് ശേഖരിക്കുമ്പോൾ അല്പം വൈകാരികമായി അതിന്റെ ആ മരണത്തിന്റെ ആ ഷോക്ക് മാറുന്നതിന് മുൻപ് വാർത്തയ്ക്ക് എഴുതും, ജനങ്ങൾ കാശ് തരും, കൊടുക്കും. ഞങ്ങളാരും ഒന്നും എടുക്കാറില്ല. 20% അങ്ങോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ചുരൽമലയിലെ ദുരന്തം കാത്തിരുന്നിട്ട് ദുരന്തത്തിന്റെ ആ ഒരു വൈകാരിക ക്ഷോഭം പിന്നിട്ടതിന് ശേഷം ഞാൻ ഒരിക്കലും അവിടെ പോയി. ഞങ്ങളുടെ ലേഖകർ പോകുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയപ്പോൾ ഞെട്ടിപ്പോയി. നമ്മൾ വാർത്ത വായിക്കുന്നത് എന്താണ്? സമയം കഴിയാറായോ? കുഴപ്പമില്ലല്ലോ. നമ്മൾ വാർത്ത വായിക്കുന്നത് എന്താണ്? ചൂരൽമലയിലേക്ക് ഇങ്ങനെ സഹായം ഒഴുകുന്നു, സർക്കാർ 2 കൈ നീട്ടി പണം പിരിക്കുന്നു, അത് 600 കോടി രൂപ കിട്ടിയിരിക്കുന്നു. പക്ഷെ അവിടുത്തെ ജനങ്ങൾ പട്ടിണിയില്ല. അവർക്ക് സർക്കാർ കൊടുക്കുന്നത് ആകെ 6000 രൂപ മാസം വാടകയാണ്. അതും ഒരുപാട് നിബന്ധനകളുണ്ട്. മരിച്ച മനുഷ്യർക്ക് 20,000 രൂപ സർക്കാർ കൊടുക്കുന്നുണ്ടെങ്കിൽ മരിച്ചു വന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടണം.
കിട്ടത്തില്ല. മരിച്ചവരുടെ മൃതദേഹം കണ്ടെത്താതെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? അത് കിട്ടുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വിഷമിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടു. പക്ഷെ എന്റെ മുമ്പിൽ ഒരു പ്രശ്നം, എന്റെ പ്രേക്ഷകരോട് ഞാൻ ചെന്ന് പറയുക ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. കാരണം ഒരുപാട് കൊടുത്തു, സർക്കാർ പിരിച്ചു, സന്നദ്ധ സംഘടനകൾ കൊടുത്തു, ആശയക്കുഴപ്പത്തിന്. പക്ഷേ ഒന്ന് തീരുമാനിച്ചു, അപ്പനോ അമ്മയോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റു സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ആ ശൂന്യത നികത്താൻ പ്രയാസം. അത് അപ്പനോ അമ്മയോ ഇല്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഒരാളെങ്കിലും ഇല്ലാതെ പോയ ഒരു കുട്ടി, തീരെ കുട്ടിയാവണ്ട, അവൻ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട്, യാതന, അതിനൊരു സഹായം കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ അന്വേഷണം നടത്തി 28 പേരെ കണ്ടെത്തി. 28 പേര്. അതിൽ ഒരാൾക്ക് കൊടുത്തതിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. കാരണം പെട്ടെന്ന് അയാൾ ദുരന്തത്തിന്റെ ഒരു സെലിബ്രിറ്റിയായി മാറി. ഒരുപാട് ഉദ്ഘാടനങ്ങളെ, വിദേശയാത്രകളെ, അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് ജനങ്ങളോട് പറഞ്ഞതിൽ ആ ആളും ഉണ്ടായിരുന്നു. ആ 28 പേർക്ക് ചിലർക്ക് 5 ലക്ഷം, ചിലർക്ക് 3.5 ലക്ഷം, ചിലർക്ക് 3 ലക്ഷം വെച്ച് വീതിച്ച് 1,13,00,000 രൂപ കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്ന അന്ന് ഇത് വിതരണം ചെയ്യുമ്പോൾ ഒരു താടിയൊക്കെ വെച്ച മുസ്ലിം ജീവിത രീതിയിൽ ജീവിക്കുന്ന ചില ആളുകൾ എന്റെ തോളെ കൈയിട്ടിട്ട് എന്നോട് പറഞ്ഞു, സാറിന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, കുറച്ചൊക്കെ കാണാറുണ്ട്, സാറിന് ഇഷ്ടമാണ്. പക്ഷെ സാറ് ഞങ്ങളുടെ സമുദായത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നതോട് അവസാനിപ്പിക്കണം സാർ. ഞാൻ അദ്ദേഹത്തോട് സംവാദം നടത്തി. അദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടാനൊന്നുമില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി പ്രചരിപ്പിക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഭാഗമായി സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു തോന്നല. അത് മാത്രമാണ് എന്റെ വേദന, അത് മാത്രമാണ് എന്റെ ആശങ്ക. ഞാൻ ഒരു മതത്തോടും വിരോധമുള്ളയാളല്ല. എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അടിസ്ഥാനപരമായി രൂപമില്ലാത്ത, മതമില്ലാത്ത, ഭാഷയില്ലാത്ത, ഭാവമില്ലാത്ത ദൈവത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പച്ച മനുഷ്യനാണ്. എന്റെ മതം സ്വാതന്ത്ര്യമാണ്. എന്റെ മതം ഫ്രീ സ്പീച്ചാണ്. എന്റെ ചങ്ങാതിമാർ ആരും ചേർത്ത് നിർത്താനില്ലാത്ത പാവങ്ങളാണ് എന്ന് വിളിച്ചു പറയാൻ തോന്നാറുണ്ട്. അത് മാത്രമാണ് ഒരാശങ്ക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം എനിക്കറിയില്ല സമയം എത്രയെന്ന്. ഒരു കാര്യം മാത്രം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇതൊരു യുദ്ധമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഒരു യുദ്ധം തുടരും. ഒരു ശക്തിക്കും സത്യം വിളിച്ചു പറയുന്നത് തടയാൻ കഴിയില്ല. അതിനുവേണ്ടി അനുഭവിക്കുന്ന യാതനകൾ. എന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഉറപ്പിച്ച് വിട്ടതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനുവേണ്ടി അനുഭവിക്കുന്ന അപവാദങ്ങൾ, വെറുപ്പ്, പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സത്യം തിരിച്ചറിയുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യരുണ്ട്. എന്റെ ഏറ്റവും വലിയ ആനന്ദം എന്താണെന്ന് അറിയാമോ? ഓട്ടോറിക്ഷ തൊഴിലാളികളും സെക്യൂരിറ്റി ജീവനക്കാരും മുതൽ IAS-കാരും IPS-കാരും ഡോക്ടർമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും വരെ കാണുമ്പോ കൊള്ളാം കേട്ടോ എന്ന് പറയുന്നതാണ്. ഞാൻ ഒരിക്കൽ വാഹനം ഓടിച്ചൊരു പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കാൻ നിർത്തുമ്പോ അവിടെ ആ പെട്രോൾ പമ്പിന്റെ പരിസരത്ത് കാറൊക്കെ പറിക്കുന്ന ഒരു മനുഷ്യൻ, മുഷിഞ്ഞ വസ്ത്രമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ എന്നെ നോക്കി സ്തംഭിച്ചു നിൽക്കുന്നു. അപ്പൊ ഞാൻ കൂടെ ഉള്ളവരോട് പറഞ്ഞു, ഇതെന്തോ ഒരു കുഴപ്പക്കാരനാണ്, ഗ്ലാസ് കയറ്റിക്കോ, പറയാമോ തോന്നും, നമുക്കറിയത്തില്ലോ. അയാൾ നടന്നു വന്ന് എന്റെ അടുത്തേക്ക് വന്നിട്ടൊന്ന് ചിരിച്ചു. ചിരിച്ചിട്ട് അയാൾ പറയുക, ഞാൻ ഈ പണിയെടുക്കുമ്പോ ഈ ഓൺ ചെയ്ത് വെച്ചിട്ട് കേൾക്കുന്നത് സാറിന്റെ വീഡിയോ ആണ്. സാധാരണ മനുഷ്യൻ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിക്കുന്ന ആളുമല്ല, അവിടെ എന്തോ പണി ചെയ്യുന്ന ഒരു മനുഷ്യൻ. അവിടെ മുതൽ സാധാരണ മനുഷ്യൻ മുതൽ അങ്ങ് സിവിൽ സർവീസുകാർ വരെ. സിവിൽ എന്തുകൊണ്ടാണ് പലരും ചോദിക്കുക, എങ്ങനെയാണ് മറുനാടൻ ഈ പല വാർത്തകളും ആദ്യം കിട്ടുന്നത് നുണയാണെന്നാണ് പറയുന്നത്, പിന്നീടാണല്ലോ സത്യമാവുന്നത്. എങ്ങനെയാണ്? ഒരു കാരണമേ ഉള്ളൂ. മറുനാടിനെ വിളിച്ചൊരു വാർത്ത പറഞ്ഞാൽ ആ സോഴ്സ് വെളിപ്പെടില്ല, അയാൾ ചതിക്കപ്പെടില്ല, അത് കൊടുക്കും, സ്വാധീനത്തിന് വഴങ്ങില്ല, സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് ബോധ്യം ഈ വാർത്ത കയ്യിലിരിക്കുന്നവർക്കുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലുള്ളവർക്ക് പോലും മറുനാടനിൽ വാർത്ത തരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതാണ് സത്യം. സകല മനുഷ്യരെയും എടുത്തു നോക്കൂ,
സർക്കാർ ഉദ്യോഗസ്ഥരാവട്ടെ, സംരംഭകരാവട്ടെ, സാധാരണ മനുഷ്യരാവട്ടെ, 90% പേരും നല്ല മനുഷ്യരാണ്. അഴിമതിയില്ലാതെ നീതിയും തുല്യതയും വാഴണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അവരെ നിയന്ത്രിക്കുന്നത് 10% വരുന്ന അഴിമതിക്കാരായ സ്വജനപക്ഷപാതികളായ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അവർക്ക് ശബ്ദമില്ല. പക്ഷേ ഈ ഭൂരിപക്ഷം വരുന്ന നിശബ്ദരായ മനുഷ്യർ, അവർ അവസരം കിട്ടുമ്പോൾ എന്നോട് പറഞ്ഞു തരും, ഞങ്ങളോട് പറഞ്ഞു തരും, ഇതാണ് സത്യം, ഇതാണ് രേഖയെന്ന്. വിശ്വസിക്കാൻ കഴിയില്ല. പല വിധത്തിൽ സർക്കാരിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ കേസ് എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി വരെ പോയി എനിക്ക് ജാതി ഒടുക്കേണ്ടി വന്നു. പിന്നീട് വിടില്ല എന്ന് പറഞ്ഞ് തുടർച്ചയായി കേസുകൾ എടുത്തു. അതൊക്കെ എങ്ങനെ അറിയുന്നത്? ഒരു കേസ് മാത്രം ഞാൻ പറയാം. പലതരത്തിൽ കേസുകൾ എടുത്തു, പലതരത്തിൽ. എന്നിട്ട് എല്ലാ വഴികളിലും ഞങ്ങൾ അറിയുന്നു, പോലീസ് വരുമ്പോൾ ഞങ്ങളില്ല, പോലീസിന് സംശയം. അതുകൊണ്ടാണ് പിന്നീട് പറഞ്ഞത് അജിത് കുമാറിന് 2 കോടി രൂപ കൊടുത്തിട്ട് അജിത് കുമാറാണ് സഹായിച്ചത്. ഞാൻ അജിത് കുമാർ ആദ്യമായിട്ട് കാണുന്നത് അത് അമ്മ മരിക്കുമ്പോഴാണ്. ഒരു കേസ് പറയാം. അതീവ രഹസ്യമായി ഒരു ഓപ്പറേഷൻ നടത്തുന്നു. പക്ഷെ ആ ഓപ്പറേഷനിൽ പങ്കെടുക്കേണ്ടി വരുന്ന ഒരു സാധാ പോലീസുകാരൻ ആ വിവരം എങ്ങനെയെങ്കിലും അറിയിക്കണം. അയാളെ എങ്ങനെ അറിയിക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് ഒടുവിൽ കണ്ടുപിടിച്ചു. ഒരു സമ്മേളനം നടക്കുന്ന ഒരിടത്ത്, ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ എന്റെ സുഹൃത്താണ് എന്ന് അറിയാം. തപ്പിപ്പിടിച്ച പോലീസുകാരൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ കൃത്യമായി അലേർട്ടായി. 2ാമത്തെ ദിവസം കേസെടുത്തു. കേസെടുക്കുമ്പോൾ തന്നെ അറിയാനുള്ള സംവിധാനം. ഇതാരാണ്? ഞാനിപ്പോഴും പറഞ്ഞു, ഒരിക്കൽ മാത്രമേ എനിക്ക് സുരക്ഷയും സംവിധാനവും സെക്യൂരിറ്റി ഒന്നുമില്ല. സത്യം എന്നെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കും. ഒരിക്കൽ മാത്രം ഞാൻ കോവളം ബീച്ചിലൂടെ നടക്കുമ്പോൾ ഒരാൾ എന്നെ വന്നൊന്ന് ചൊറിയാൻ തുടങ്ങി, ചെറുതായിട്ട്. ഞാൻ ആദ്യം ഇഗ്നോർ ചെയ്തു. അദ്ദേഹം ശബ്ദം കൂട്ടി. ഞാനും മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് എന്നാ പേരെ നേരിട്ടേക്കാം എന്ന് പറഞ്ഞ് ഞാനും മുമ്പോട്ട് വന്നു. ഞാൻ ഈ ശബ്ദം ഉയർത്തിയപ്പോൾ അയാൾ അല്പം ശബ്ദം താഴ്ത്തി. എന്റെ ഉയർന്ന ശബ്ദം ആ പരിസരത്തുള്ളവർ കേട്ടു. ആരൊക്കെയോ അവിടേക്ക് ഓടിക്കൂടി. എന്നെ അടുത്ത് ശബ്ദം ഉയർത്താൻ വന്ന ആളെ എല്ലാവരും കൂടി ഓടിക്കുന്ന കാഴ്ചയാണ് അവരെ കണ്ടത്. എനിക്കൊരു പരിചയമില്ലാത്ത മനുഷ്യൻ. ആരത്? സത്യത്തിന്റെ സംരക്ഷണം. നമ്മുടെ സമൂഹത്തിലുള്ള ഭൂരിപക്ഷം വരുന്ന, സത്യം ആഗ്രഹിക്കുന്ന, സത്യത്തിന് കാവൽ നിൽക്കുന്ന സാധാരണ മനുഷ്യർ എനിക്ക് കാവൽ നിൽക്കുന്നു. ആ ധൈര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് ഇങ്ങനെ വന്ന് സത്യം പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് എക്കാലത്തും ഞാൻ സുരക്ഷിതനാണ് എന്നുള്ള മൂഢവിചാരമൊന്നും എനിക്കില്ല. എന്റെ ദൗത്യം അവസാനിച്ചു എന്ന് ഒടേ തമ്പുരാൻ തീരുമാനിക്കുമ്പോൾ എന്റെ ദൗത്യം അവസാനിപ്പിക്കും. അന്ന് വരെ ഈ ദൗത്യവുമായി മുമ്പോട്ട് പോകും. ഇന്നല്ലെങ്കിൽ നാളെ മറുനാടനായിരുന്നു ശരി, ഷാജൻസ്കറി ആയിരുന്നു ശരി എന്ന് പറയുന്നത് കേൾക്കാൻ ഞാനില്ലെങ്കിലും ഭൂമി മലയാളത്തിൽ പലരും ഉണ്ടാകും എന്ന ബോധ്യത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാമെന്ന് ചോദിക്കാം. ഒരു വാക്കോടുകൂടി അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്. ഞാൻ മാതൃഭൂമിയെ കുറ്റം പറയുന്നില്ല. അതിന് 2 സാധ്യതയാണ്. ഒന്ന് ബോധപൂർവമാവാം. കാരണം പലപ്പോഴും മാധ്യമങ്ങൾ, ഞങ്ങൾ കോമ്പറ്റീറ്റേഴ്സിന് അവരെ കുറിച്ചൊക്കെ വാർത്ത കൊടുക്കാറുള്ള മാധ്യമങ്ങൾ പൊതുവെ ഞങ്ങളെ കുറിച്ച് പറയാനായിട്ട് മടി കാണിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ തീർത്തു പറയാൻ കഴിയത്തില്ല. കാരണം ഈ പത്രത്തിന്റെ ഡെസ്കിലിരിക്കുന്ന പിള്ളേരാണ് ഈ ചെറിയ ഇന്നത്തെ പരിപാടിയൊക്കെ എഴുതുന്നത്. ട്രെയിനീസ് ആയിരിക്കും. അവർക്ക് ഷാജൻ സക്കറി ആരാന്ന് അറിയത്തില്ലായിരിക്കും. അപ്പൊ ഷാജൻ സക്കറി ആണെന്ന് ഏതോ ഒരു സക്കറിയാന്ന് കരുതി തോന്നിയതാവാം. ഞാൻ അങ്ങനെ കാണുന്നത്. പക്ഷേ മാധ്യമങ്ങൾക്ക് പൊതുവെ താല്പര്യമില്ല. കാരണം അവരെ കുറിച്ച് ഞങ്ങൾ വാർത്ത കൊടുക്കാറുണ്ട്. അത് നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയും. ആർക്കാണെങ്കിലും അങ്ങനെ തോന്നുന്നത്. ആയിക്കോട്ടെ, അടുത്തത്. ഷാജൻജി, 2 ചെറിയ ചോദ്യങ്ങൾ. ഷാജൻ ആരാണ്? ഒരു സത്യാന്വേഷിയാണോ, മാധ്യമപ്രവർത്തകനാണോ, സാംസ്കാരിക പ്രവർത്തകനാണോ? 1. 2. സാംസ്കാരിക പ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒന്ന് താരതമ്യം ചെയ്യാം. ഞാന് ഓരോ മനുഷ്യനും ഓരോ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ചുമതല ജന്മന കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
എന്താണ് എൻ്റെ ടാലന്റ്, എന്താണ് എൻ്റെ ഡ്യൂട്ടി എന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തുന്നവരാണ് കരിയറിൽ സക്സസ് ആവുന്നത്. അത് കണ്ടെത്തുന്നവരാണ് ഈ പറയുന്ന സാമൂഹിക ഉത്തരവാദിത്തത്തിൽ സക്സസ് ആവുന്നത്. ഞാൻ കരുതുന്നത് ഈ സമൂഹത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന്. ആ ഉത്തരവാദിത്തമാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ SFI ആ കഥയിൽ ഞാൻ പറയുന്നതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്നതാണ് എന്റെ ചെറുപ്പപ്രായത്തിൽ. അതായത് ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ ആദിവാസികൾക്കിടയിൽ പോയി ഞാൻ അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഗാന്ധിയൻ മൂവ്മെന്റിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് പത്രപ്രവർത്തനം, ഒരു പ്രണയത്തിൽ പെടുകയും കല്യാണം കഴിക്കേണ്ടി വരികയും ചെയ്തപ്പോൾ തൊഴിൽ എന്ന നിലയിൽ പത്രപ്രവർത്തനം സ്വീകരിച്ചതാണ്. എന്നോട് അതിനു മുമ്പ് തന്നെ പഠിച്ചിരുന്നെങ്കിലും. പക്ഷേ അത് കുറെ കാര്യം ചെയ്യാൻ കഴിയും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഒരു പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് വക്കീൽ പണിയിലാവുന്നത്. കാരണം ഒരുപാട് നല്ല വക്കീലന്മാരുണ്ടെങ്കിലും സാമൂഹ്യ ഉത്തരവാദിത്വത്തോടെ പലരും ചെയ്യുന്നില്ല. ഒരു പക്ഷേ എനിക്ക് ഈ പണി അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാനൊരു വക്കീലാവുകയും, ഞാൻ LLB പഠിച്ചിട്ടുണ്ട്, വക്കീലാവുകയും ആ ഉത്തരവാദിത്വം. ഞാൻ പറയുന്നത് ഈ സാംസ്കാരിക പ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഒക്കെ പരസ്പരം ബന്ധിതമാണ്, നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. എവിടെയാണോ നമ്മൾ നല്ലൊരു മേസ്ത്രി, നല്ലൊരു മേയ്ക്കാർ, അയാളുടെ പണി വൃത്തിയായിട്ട് ചെയ്താൽ അവൻ കർമ്മം പൂർത്തിയാക്കി, അവൻ സാമൂഹിക ബോധമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പണി കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ അംഗീകരിക്കുന്നത്. എത്രയോ മാധ്യമ പ്രവർത്തകരുണ്ട്. നാളെ ഞാൻ ഏത് പണി ചെയ്താലും അത് ചെയ്യും. അപ്പൊ ഇഷ്ടമുള്ളതനുസരിച്ച് വിളിക്കാം. സാംസ്കാരിക പ്രവർത്തകരെങ്കിൽ കൂടുതൽ സന്തോഷം, മാധ്യമ പ്രവർത്തകരെങ്കിൽ കുറച്ചു പേര് ചീത്ത വിളിക്കുക, എന്നാലും കുഴപ്പമില്ല. അതല്ല അധിക പ്രസംഗം എന്ന് വിളിച്ചാലും സമയം കഴിഞ്ഞു. മറ്റൊരിക്കൽ ഒരുപക്ഷെ ഈ പ്രസംഗം പറയാതെ ചോദ്യങ്ങൾ മാത്രം ചോദിക്കാനും ഉത്തരം പറയാനും ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്. പ്രസംഗം നീണ്ടുപോയി. ഒരിക്കൽ കൂടി അദ്ദേഹം എന്നെ എപ്പോഴേലും വിളിച്ചാൽ ഞാൻ ഒരു പ്രസംഗവും പറയത്തില്ല, എല്ലാവർക്കും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാവും. സൂര്യ കൃഷ്ണമൂർത്തി സാർ തീരുമാനിക്കട്ടെ. ഒരിക്കൽ കൂടി ജയ് ഹിന്ദ്, നന്ദി.